ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5 കിങ്ഡംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. നമ്മൾ ബാക്കി 2 കിങ്ഡവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് നോക്കാൻ കിടന്നിരുന്നത് 5 കിങ്ഡംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്യൂ ആണ്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുമ്പം കിങ്ഡം മൊനീറയാണ്. ഒന്നാമത്തെ ക്ലാസ്സാണ് കിങ്ഡം മൊനീറ. അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് പ്രൊക്യാരിയോട്സ് ആണ്. പിന്നെ സിംഗിൾ സെൽഡ് ആണ്. 70s റൈബോസോംസ്. പ്രൊക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ 70s റൈബോസോംസ് ആണ് വരുന്നത്. പിന്നെ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അത് മെയിനായിട്ടും ബൈനറി ഫിഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ് വഴിയാണ് നടക്കുന്നത്. പിന്നെ ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുമ്പോൾ അത് ഫ്ലജല്ലയാണ്. പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഈ കിങ്ഡം മൊനീറ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ആർക്കെ ബാക്ടീരിയ, യു ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ ആൻഡ് മൈക്കോപ്ലാസ്മ. അപ്പം 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇനി അതിനെപ്പറ്റി നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ആർക്കെ ബാക്ടീരിയ. ആർക്കെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓൾഡസ്റ്റ് ബാക്ടീരിയ ആണ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ മേക്കപ്പ് ഓഫ് ദ സെൽ വാൾ ആൻഡ് ദ സ്റ്റെയിൻ ദേ അബ്സോർബ്, ദേ ആർ കാറ്റഗറൈസ്ഡ് ആസ് എയ്തർ ഗ്രാം നെഗറ്റീവ് ഒരു ഗ്രാം പോസിറ്റീവ്. അതിൻ്റെ സെൽ വാളിൻ്റെ മേക്കപ്പും പിന്നെ അതുപോലെ തന്നെ അത് അബ്സോർബ് ചെയ്യുന്ന സ്റ്റെയിനിനെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും വേർതിരിച്ചിട്ടുണ്ട്. ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡിറ്റക്ട് ആൻഡ് റെസ്പോൺസ് ടു കെമിക്കൽസ് ഇൻ ദെയർ സറൗണ്ടിങ്സ് ബൈ പോറിൻസ്. പോറിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അതിൻ്റെ സറൗണ്ട്സിലുള്ള കെമിക്കൽസിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് യു ബാക്ടീരിയ. മൊനീറയ്ക്കകത്ത് അപ്പം മൊനീറ 4ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതായിരുന്നു ആർക്കി ബാക്ടീരിയ, രണ്ടാമത്തേതാണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയയാണ്. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ട് ചെയ്യുന്നത് റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ഇങ്ങനെയുള്ള ഈ ന്യൂട്രിയൻസിനെയൊക്കെ റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ യു ബാക്ടീരിയയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. അതിന് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി ടു ഫിക്സ് നൈട്രജൻ. പിന്നെ ഈ ബ്ലൂ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ അതിന് എബിലിറ്റി ടു ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. അതുപോലെ ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഹാവ് പിഗ്മെൻറ്റ്സ് ഇൻ ദെയർ ക്രൊമാറ്റോഫോർ. ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയുടെ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത് അവരിൽ ക്രൊമാറ്റോഫോറിലാണ്. ഇങ്ങനെയുള്ള ചില സൈനോ ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ് നോസ്റ്റോക്ക്, അനബീന ആൻഡ് സ്പൈറുലീന. നാലാമത്തെ ക്ലാസ്സാണ് മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് സെൽ വാൾ ഇല്ല, ലാക്ക് സെൽ വാൾ. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ്. ഓക്സിജൻ ഇല്ലാതെ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗനിസംസ്. ഇനി ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം പറയുവാണെങ്കിൽ ഈ പഠിച്ച കാര്യങ്ങളിൽ എല്ലാത്തിനെയും വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ആർക്കി ബാക്ടീരിയ ക്യാൻ ടോളറേറ്റ് എക്സ്ട്രീം pH ലെവൽ. നമ്മൾ കിങ്ഡം മൊനീറയിൽ ഒന്നാമത്തെ ക്ലാസ് കണ്ടത് ആർക്കി ബാക്ടീരിയ ആണ്. അവരെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾഡസ്റ്റ് ബാക്ടീരിയ ആയിരുന്നു അല്ലേ? അപ്പോൾ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള pH ലെവൽസിൽ സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടാണെന്നുള്ളത് നമുക്കറിയാം. ദേ ഹാവ് നോ മൈറ്റോകോൺട്രിയ. പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് സെൽ ഓർഗനൽസോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പോൾ പ്രോക്യാരിയോട്ടാണ്. അവയ്ക്ക് മൈറ്റോകോൺട്രിയ ഇല്ല, അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസോ ഒന്നും തന്നെ അവർക്ക് ഇല്ല. പ്രോക്യാരിയോട്ടിക് ക്രോമസോം ഡിഫർ ഫ്രം യൂക്യാരിയോട്ടിക് വൺ ബൈ ദി ആബ്സെൻസ് ഓഫ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. എന്തുകൊണ്ടാണ്? ബാക്ടീരിയൽ സെല്ല് പ്രോക്യാരിയോട്ട് ആയതുകൊണ്ട്. ബാക്ടീരിയ ലാക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ബിക്കോസ് ഓഫ് നെയ്തർ സിൻഗാമി നോർ റിഡക്ഷൻ ഡിവിഷൻ. ഈ സിൻഗാമിയും റിഡക്ഷൻ ഡിവിഷനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവയ്ക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇല്ല. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഗ്യാമറ്റോഫൈറ്റിക് ഫേസും സ്പോറോഫൈറ്റിക് ഫേസും ചേർന്ന് ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അത് ബാക്ടീരിയയ്ക്ക് ഇല്ല. ദ ഫെർമെൻറ്റിംഗ് മൈക്രോബ് യൂസ്ഡ് ഫോർ റെറ്റിംഗ് ഓഫ് ജ്യൂട്ട് ഈസ് ബ്യൂട്രിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ ഈ ജ്യൂട്ടിനെയൊക്കെ റെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫെർമെൻറ്റിംഗ് മൈക്രോബാണ് ബ്യൂട്രിക് ആസിഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ 5 കിങ്ഡംസിനകത്തെ ഒന്നാമത്തെ കിങ്ഡം ആയിട്ടുള്ള മൊനീറയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വ്യൂ ആണ് നോക്കിയത്. ഇനി അടുത്തത് നമുക്ക് മൊനീറ കഴിഞ്ഞാൽ പ്രോട്ടിസ്റ്റയും ബാക്കിയുള്ളതൊക്കെ നോക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.